بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى حدثنا إسماعيل قال حدثني مالك عن ابن شهاب عن حميد بن عبد الرحمن عن أبي هريرة رضي الله عنه وعنهم أن رسول الله صلى الله عليه وسلم قال من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയതായ വലിയൊരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ സ്വഹീഹ്. പല നിലക്കും അനുഗ്രഹമാണ്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഇമാം ബുഖാരിയിൽ നിന്ന് അല്പം ഓതിയാൽ തന്നെ ദീനിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാൻ കഴിയും. പല ബാബുകളും അവൻ ഇത്തിലാഗ് ചെയ്തവനാകും എന്നുള്ളതാണ്. പല വിഷയങ്ങളിലും ഇത്തിലാഗ് ചെയ്യും. അധിക ഹദീസിൻ്റെ കിതാബുകൾ അല്ലെങ്കിൽ മറ്റ് കിതാബുകളെല്ലാം ഓരോരോ ബാബിൽ അത് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. എന്നാൽ ഇമാം ബുഖാരി അങ്ങനെയല്ല. ഇമാം ബുഖാരിയുടെ ആ തദ്ഖീഖ് കാരണം സരീഹായി ബാബിലേക്ക് തെളിവുള്ളതിന് മറ്റ് ബാബുകളിലേക്ക് നക്കൽ ചെയ്ത് ഇഷാറത്ത് നിലക്കോ അല്ലെങ്കിൽ ഇസ്തിഹാദ് നിലക്കോ വിഷയത്തിൽ അറിയിക്കുന്ന ഹദീസുകളാണ് അധികവും കൊണ്ടുവരൽ. അങ്ങനെയാണ്. ആ നിലക്കാണ് ഈമാൻ്റെ ബാബിൽ ഈ ഹദീസുകളെല്ലാം കൊണ്ടുവരുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഖിയാമു റമളാനാകുന്ന ആ തറാവീഹ്, അതിൻ്റെ പ്രത്യേകത വിവരിക്കുകയാണ്. ആ തറാവീഹ് നിസ്കരിക്കുന്നവൻ മൂമിനായിരിക്കും. അതാണ് ഇവിടുത്തെ ബന്ധമുള്ളത്. അത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തറാവീഹ് എന്ന നിസ്കാരം അത് വിത്റല്ല, അത് റമളാനിലുള്ള ഒരു സ്പെഷ്യൽ നിസ്കാരമാണ് എന്ന് നാം വളരെ വിശദമായി കഴിഞ്ഞ അധ്യായത്തിൽ വിശദീകരിച്ചു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് തറാവീഹിൻ്റെ എണ്ണം എത്ര എന്നുള്ളതാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇസ്ലാമിലെ പണ്ഡിതന്മാർ, അത് അനുഭവിച്ചറിഞ്ഞ ആദ്യകാല കർണുകാർ, അവർക്ക് ആർക്കും അറിയാത്ത പരിചയമില്ലാത്തൊരു വാദമാണ് തറാവീഹ് എന്നൊരു നിസ്കാരമില്ല എന്നതും. ഉണ്ടെങ്കിൽ തന്നെ തറാവീഹും വിത്തറും റമളാനിലുള്ള വിത്തറിനാണ് തറാവീഹ് എന്ന് പറയുന്നതും. ഈ രണ്ട് വാദവും തെറ്റാവലോട് കൂടെ തറാവീഹിൻ്റെ എണ്ണം 8 ഉള്ളൂ എന്നുള്ളതും ലോകത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തതല്ല. പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടില്ല. 4 മദ്ഹബ് ചർച്ച ചെയ്യുന്ന മീസാൻ, ഷറാനി ഇമാമിൻ്റെ മീസാൻ, അതിൽ ഈ നബി ഇമാം ശറഹുൽ മുഹദ്ദബിൽ പറയുന്ന അതേ അഭിപ്രായമാണ് പറയുന്നത്. മറ്റൊരു അഭിപ്രായം തറാവീഹ് 8 ഉള്ളൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 8 തറാവീഹ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം ലോകത്ത് പണ്ഡിതന്മാർക്കില്ല. തറാവീഹിൻ്റെ നിബന്ധനകൾ വേറെയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫർഉൻ, ശറഹുൽ മുഹദ്ദബാണ് ഞാൻ വായിക്കുന്നത്. ശറഹുൽ മുഹദ്ദബ് 4-ാമത്തെ ജുസ് 38-ാമത്തെ പേജ്, എൻ്റെ മുമ്പിലുള്ള ശറഹുൽ മുഹദ്ദബിൻ്റെ പേജ് ഞാൻ പറയുന്നത്. ഫർഉൻ ഫീ മദാഹിബിൽ ഉലമായി ഫീ അദദി റക്അഅത്തി തറാവീഹ്, തറാവീഹിൻ്റെ എണ്ണത്തിൽ ഉലമായിക്കുള്ള മദ്ഹബുകളെ വിവരിക്കുന്നതിനുള്ള ഒരു ഫർആണ്, ഒരു ചർച്ചയാണ്. മദ്ഹബുനാ അന്നഹാ 20 റക്അതൻ ബി10 തസ്ലീമാത്തിൻ ഗൈരിൽ വിത്രി, വിത്ർ കൂടാതെ
10 സലാമോട് കൂടെ 20 റക്അത്തുള്ള നിസ്കാരമാണ്. വിത്ർ വേറെ. ഇത് 10 സലാമ് തന്നെ വേണം. ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെയുള്ള 20 റക്അത്താണ്. വദാലിക 5 തർവീഹാത്തിൻ. അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റ് എടുക്കൽ 5 തവണ ഉണ്ടാകും. എല്ലാ നന്നാല് കഴിഞ്ഞാലും ഒരു അല്പസമയം ഒരു വിശ്രമമുണ്ടാകും. 5 വിശ്രമത്തോടു കൂടെ എല്ലാ നന്നാലിലും. ഇപ്പം 20-ൽ 5 4 സലാം വീട്ടി കഴിഞ്ഞാലും കുറച്ചിരിക്കും. അവസാനത്തെ 20 കഴിഞ്ഞാലും കുറച്ച് നേരം അവിടെ തർവീഹത്ത് ഒരു റെസ്റ്റ് എടുക്കലുണ്ടാകും. വത്തർവീഹത്തു 4 റക്അത്തിൻ ബിതസ്ലീമതൈൻ. ഒരു തർവീഹത്ത് എന്ന് പറയുന്നത് 4 റക്അത്ത് നിസ്കാരമാണ്. 2 സലാം വീട്ടലോട് കൂടെ ഈ രണ്ട് സലാം, ഈ 2 റക്അത്തിൽ സലാം വീട്ടിയും കൊണ്ടുള്ള 4 റക്അത്ത്. ഹാദാ മദ്ഹബുന. ഇതാണ് നമ്മുടെ ശാഫിഈ മദ്ഹബ്. വബിഹി ഖാല അബൂ ഹനീഫത വഅസ്ഹാബുഹു വഅഹ്മദു വദാവൂദു വഗൈറുഹും. ഇതേ മദ്ഹബ് കൊണ്ട് തന്നെ ഇതേ അഭിപ്രായം തന്നെയാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാമിൻ്റെ അനുയായികൾ മുഴുവനും, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 4 മദ്ഹബിൻ്റെ ഇമാമീങ്ങളല്ലാത്ത ലാഹിരി മദ്ഹബുകാരൻ ദാവൂദ് ലാഹിരി അവരും പറയുന്നത് അത് തന്നെയാണ്. വഗൈറുഹും. ഇനി ഈ 3 പണ്ഡിതന്മാർ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരല്ലാതെ, അല്ലെങ്കിൽ അറിയപ്പെട്ട മദ്ഹബിൻ്റെ പണ്ഡിതന്മാരല്ലാത്ത ബാക്കിയുള്ള പണ്ഡിതന്മാരും പറഞ്ഞത് തന്നെയാണ്. വനഖലഹുൽ ഖാദി ഇയാദ് അൻ ജുംഹൂരിൽ ഉലമാ. ലോകത്തുള്ള ഭൂരിപക്ഷം ഇമാമിങ്ങളും ഈ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ജുംഹൂർ ഉലമാവിൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. وحكي أن الأسود بن مزيد كان يقوم ب40 ركعة ويوتر ب7. അസ്വദ് ബിൻ മസീദ് എന്ന് പറയുന്ന പണ്ഡിതൻ തറാവീഹ് 40 റക്അത്ത് നിസ്കരിക്കുകയും 7 റക്അത്ത് വിത്റായി നിസ്കരിക്കും. വിത്ർ വേറെ നിസ്കരിക്കുമായിരുന്നു. 47 റക്അത്ത് നിസ്കരിക്കും. മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖാല മാലികുൻ അത്തറാവീഹു തസ്വു 9 തർവീഹാത്തിൻ. തറാവീഹ് എന്നത് 9 തർവീഹത്തുകളാണ്, 5 അല്ല 9 തർവീഹത്തുകളാണ്. വഹിയ 36 റക്അത്തൻ ഗൈറുൽ വിത്രി. വിത്ർ അല്ലാതെ 36 റക്അത്താണ്. വഹ്തജ. ഇമാം മാലിക് ഇതിനൊക്കെ തെളിവൊടിച്ചു. 36 റക്അത്താണ് തറാവി എന്ന് എനിക്ക്. ബിഅന്ന അഹ്ലൽ മദീനത്തി യഫ്അലൂനഹാ ഹകദാ. മദീനക്കാര് തറാവീഹിനെ ഇങ്ങനെയായിരുന്നു നിർവഹിച്ചിരുന്നത്. അതാണ് ഇമാം മാലിക്കിന്റെ തെളിവ്. മദീനക്കാര്, മാലിക് ഇമാം ആദ്യകാലത്തിൽപ്പെട്ടവരാണ്, ആദ്യകാലത്തുള്ളവരാണ്, 300 മുമ്പുള്ളവരാണ്. അന്ന് മദീനത്ത് നിലവിലുള്ളത് അങ്ങനെയാണ്. 36 റക്അത്താണുള്ളത്. തറാവീഹ് വിത്ർ വേറെയും. ഇതാ തെളിവ്. അപ്പോൾ 3 അഭിപ്രായമായി തറാവീഹിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളത്. ഒന്ന് 20 മറ്റൊന്ന് 40 മറ്റൊന്ന് 36 وعن نافع رضي الله عنه أنه قال أدركت الناس وهم يقومون رمضان ب39 ركعة. ജനങ്ങളെ ഞാൻ എത്തിച്ചിരിക്കുന്നു, അവർ റമളാനിൽ നിസ്കരിക്കും 39 റക്അത്ത് കൊണ്ട്. യൂത്റൂന മിൻഹാ ബിസലാസിൻ. ആ 39-ൽ നിന്ന് 3 അവർ വിത്റായാണ് നിസ്കരിക്കല്. അപ്പോൾ തെളിവായി. മാലിക് ഇമാം തെളിവാണ് നാഫിഇന്റെ ഈ ഹദീസ്. വഹ്തജ്ജ സുഹാബുന
നമ്മുടെ അസ്വാബുമാർ ഷാഫി പണ്ഡിതർ ലക്ഷ്യം പിടിച്ചോ ബിമാ റവാഹുൽ ബൈഹഖിയ്യു വഗൈറുഹു ബിൽ ഇസ്നാദി സ്വഹീഹി. അടിവരേണ്ട വാക്കാണത്. ബൈഹഖിയും ഇമാം അല്ലാത്ത റിവായത്ത് ചെയ്ത ഹദീസ് കൊണ്ട്. ഹദീസ് എങ്ങനെയുള്ള ഹദീസാണ്? സ്വഹീഹായ ഇസ്നാദ് കൊണ്ട് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ്. അനിസ്സായിബ് ബിൻ യസീദ് അസ്വഹാബിയി, സ്വഹാബിയായ സായിബ് ബിൻ യസീദ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാന ബി20 റക്അത്തിൻ. അവരായിരുന്നു സ്വഹാബത്തും സ്വഹാബത്തിൻ്റെ കാലത്തുള്ള താബീങ്ങളും. അവരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തറാവീഹ് നിസ്കരിക്കുന്നവരായിരുന്നു റമളാൻ മാസത്തിൽ 20 റക്അത്ത് കൊണ്ട്. വകാനൂ യഖൂമൂന ബിൽ മിഅതൈൻ, അവർ 200 ആയത്തുകൾ ഓതിക്കൊണ്ടായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത്. ഓരോരോ റക്അത്തിൽ 200 ആയത്ത് ഓതും. വകാനൂ യതവക്കഊന അലാ ഇസിയ്യിഹിം ഫീ അഹ്ദി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവർ വടികളുടെ മേലിൽ ചാരിയിരിക്കുന്നവരായിരുന്നു. മിൻ ശിദ്ദത്തിൽ ഖിയാമിൻ്റെ കാഠിന്യത്താൽ. وعن يزيد بن رومان قال യസീദ് ബിൻ റൂമാൻ എന്നവരെ തൊട്ടുദ്ധരിക്കപ്പെട്ടു. കാല യസീദ് എന്നവർ പറഞ്ഞു, കാനന്നാസു യഖൂമൂന ഫീ സമനി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി 23 റക്അ. ജനങ്ങൾ സ്വഹാബത്തും താബീങ്ങളുടെ ആദ്യ കണ്ണികളും ഉൾക്കൊള്ളുന്ന വലിയൊരു വിഭാഗം, വലിയ ആളുകൾ. ഇജ്മാഇന്റെ പ്രയോഗമാണതല്ല. കാനന്നാസു, ജനങ്ങൾ അങ്ങനെയായിരുന്നു. ഇജ്മാ ആണത്. എന്തായിരുന്നു അവർ? ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് 23 റക്അത്ത് കൊണ്ട് നിസ്കരിക്കുന്നവരായിരുന്നു. നേരത്തെ പറഞ്ഞ് 20, ഇവിടെ പറഞ്ഞ് 23. റവാഹു മാലിക്കും ഫിൽ മുഅത്തഇ അൻ യസീദ് ബിൻ റൂമാൻ. ഈ ഹദീസിനെ ഇമാം മാലിക് മുഅത്തയിൽ യസീദ് ബിൻ റൂമാനെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വറവാഹുൽ ബൈഹഖിയ്യു, ഈ ഹദീസിനെയും ഇമാം ബൈഹഖി റിവായത്ത് ചെയ്തിട്ടുണ്ട്. 20 എന്നതിനെ ബൈഹഖി റിവായത്ത് ചെയ്ത മാതിരി 23 എന്നതിനെ ഇമാം ബൈഹഖി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ലാകിന്നഹു മുർസലുൻ, യസീദ് ബിൻ റൂമാൻ്റെ ഹദീസ് മുർസലാണ്. അതിന് കാരണം മുർസൽ എന്ന് പറഞ്ഞാൽ എന്താണ് വിശദീകരിക്കുന്നത്? ഫഇന്ന യസീദ് ബിൻ റൂമാൻ എന്നാള് ലം യുദ്രിക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വക്കൽ നിന്ന് നേരിട്ട് കണ്ട് ഹദീസ് പഠിച്ചവരല്ലാത്തവർ തന്നെ, കൊണ്ടല്ലാത്തവരായതുകൊണ്ട് തന്നെ ഉമർ ഖത്താബിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഹദീസിനാണ് അവരുടെ യസീദ് ബിൻ റൂമാൻ്റെയും ഉമർ ഖത്താബിൻ്റെയും ഇടയിലുള്ള ആളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് മുർസലാണ്. മുർസലായ ഹദീസ് തെളിവിന് പറ്റൂലേ? വലിയ ചർച്ചയുള്ളതാണ്. ഇതിൻ്റെ മുഖദ്ദിമയിൽ നാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ മുർസൽ തള്ളപ്പെടേണ്ട മുർസലല്ല. കാരണം ഇത് വേറെ സ്വഹിയായ ഹദീസിനോട് എതിരായിട്ടില്ല. അതാണ് ഇമാം ബൈഹഖി പറയുന്നത്. ഖാലൽ ബൈഹഖിയ്യോ, ഇമാം ബൈഹഖി പറഞ്ഞു, യുജ്മഉ ബൈന റിവായത്തൈനി, 2 റിവായത്തിൻ്റെയും ഇടയിൽ ജംഉ ചെയ്യപ്പെടും. എങ്ങനെ? ബിഅന്നഹും കാനൂ യഖൂമൂന ബി20 റക്അത്ത് കൊണ്ട് അവർ നിസ്കരിക്കുന്നവരായിരുന്നു. തറാവിയായിട്ട്, ഖിയാം റമളാനായിട്ട് 20 റക്അത്ത്. വയൂത്തിറൂന ബി3, 3 വിത്റായിട്ടുമായിരുന്നു. യഖൂമൂന എന്നുള്ള പ്രയോഗം പ്രയോഗിക്കുന്നത് തറാവീനെ പറ്റിയാണ്, ഖിയാമു എന്ന പ്രയോഗം. അപ്പോൾ ഖിയാമു റമളാനായിട്ട് 20 റക്അത്ത്, 20 3 നിസ്കരിക്കുമായിരുന്നു. അങ്ങനെയാണ് 23 മുറത്താബ് കാലത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത്. 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞത് തറാവി മാത്രമാണ്. ഇമാം ബൈഹഖിയുടെ ജമ്മാണത്. വറവൽ ബൈഹഖിയ്യു അൻ അലി റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്തു. നേരത്തെ പറഞ്ഞ ഹദീസ് യസീദ് ബിൻ റൂമാനെ തൊട്ട് റിവായത്ത് ചെയ്ത മാതിരി. അതുപോലെ തന്നെ
അതുപോലെ തന്നെ മാലിക് ഇമാമിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്, നാഫി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. സായിബ് ബിൻ യസീദ് അതല്ലത് വറവാൽ ബയ്യഖിയു അൻ അലി റളിയല്ലാഹു അൻഹു അയ്ളാ സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത റിവായത്ത് ചെയ്തു എന്താ ഖിയാമു റമളാന ബി20 റക്അത്തിൻ 20 റക്അത്ത് കൊണ്ട് ഖിയാമു റമളാൻ എന്ന സ്പെഷ്യൽ നിസ്കാരം അത് അലി റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്നും റിവായത്ത് ചെയ്തിട്ടുണ്ട് ബയ്യഖി ഇമാം. വഅമ്മാ മാ ദക്കറൂഹു മിൻ ഫിഹ്ലി അഹ്ലിൽ മദീന പിന്നെ മദീനക്കാർ 36 പറഞ്ഞല്ലോ, അത് ഫഖാല സ്വാബുന അതിന് ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞു സബബുഹു അതിൻ്റെ കാരണം അന്ന അഹ്ല മക്കത്ത കാനൂ യതൂഫൂന ബൈന കുല്ലി തർവീഹത്തൈനി തവാഫാ മക്കക്കാർ എല്ലാ 2 തർവീഹത്തിൻ്റെ ഇടയിലും നമ്മൾ പറഞ്ഞു 5 തർവീഹത്താണുള്ളത്, അതിൻ്റെ ഇട ഉള്ളത് 4 എണ്ണം. 4 ഇട ഉണ്ടാവുള്ളൂ, അവസാനത്തിന് അപ്പുറം വേറെ ഇല്ലാത്തതുകൊണ്ട് ഇട ഉണ്ടാവില്ല. എല്ലാ 2 തർവീയത്തിൻ്റെയും ഇടയിൽ തവാഫ് ചെയ്യൽ പതിവാണ് മക്കക്കാർ. 4 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത് സലാം വീട്ടി, പിന്നെ 2 റക്അത്ത് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടി മത്താഫ് കാണിറങ്ങും, എന്നിട്ട് തവാഫാണ് ചെല്ലും. യുസല്ലൂന റക്അത്തൈനി എന്നിട്ട് തവാഫിന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. അപ്പം എല്ലാ തറാവീഹിൻ്റെ ഈ 4 റക്അത്ത് കഴിഞ്ഞാൽ ഒരു തവാഫ് ചെയ്യും, തവാഫ് കഴിഞ്ഞിട്ട് തവാഫ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഇങ്ങനെയായിരുന്നു അവർ. വലാ യതൂഫൂന ബഅദ തർവീഹത്തിൽ ഖാമിസ 5ാം തർവീഹത്തിൻ്റെ ശേഷം അവർ തവാഫ് ചെയ്യൽ പതിവില്ല. നേരത്തെ ആദ്യം പറഞ്ഞാൽ മനസ്സിലായി, ഇടയിലാണ് തവാഫ് ചെയ്യാതെ പറയുമ്പോൾ 5ാമത്തിന് വേറെ വരാത്തതുകൊണ്ട് ഇടയില്ല, ഉറപ്പന്നെ. വിശദീകരിച്ച് പറഞ്ഞതാണ് വലാ യതൂഫൂന ബഅദ തർവീഹത്തിൽ ഖാമിസ. ഫഅറാദ അഹ്ലുൽ മദീനത്തി മക്കക്കാർ അങ്ങനെ എല്ലാ 4 റക്അത്തിൻ്റെ ശേഷവും ഒരു തവാഫും 2 റക്അത്തും നിസ്കരിക്കൽ പതിവായപ്പോൾ മദീനക്കാർ ഉദ്ദേശിച്ചു. എന്തുദ്ദേശിച്ചു? മുസാവാത്തഹും അവരോട് സമമായി വരണേ ആഗ്രഹിച്ചു. ഫജഅലു മകാന കുല്ലി തവാഫിൻ 4 റക്അത്ത് അങ്ങനെ എല്ലാ ഓരോരോ തവാഫിൻ്റെ സ്ഥാനത്തും 4 റക്അത്തിനെ അവരാക്കി. അപ്പോൾ തറാവീഹിൽ നിന്ന് 4 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്ട്രാ 4 റക്അത്ത് അവർ നിസ്കരിക്കും വേറെ സുന്നത്തായിട്ട്. മക്കക്കാർ തവാഫിനിറങ്ങുന്നതിന് പകരമായിട്ട് അത്രയും സമയം ഇവർ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, വേറെ തറാവി അല്ലാത്ത വേറെ 4 റക്അത്ത്. ഫസാദു 16 റക്അത്തൻ അങ്ങനെ അവർ 16 റക്അത്തിനെ കൂട്ടി. വൗതറു ബിസലാസിൻ അങ്ങനെ അവർ 3 കൊണ്ട് വിത്ർ നിസ്കരിച്ചു. ഫസ്വാറൽ മജ്മൂ 39 അങ്ങനെയാണ് ടോട്ടൽ 39 ആയത്. എത്ര നല്ല ചർച്ചയാണ് ഈ പറഞ്ഞ ചർച്ചയുടെ ആകെ സത്ത. ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞാൽ ഖിയാമു റമളാൻ എന്ന് പറയുന്ന നിസ്കാരം അത് 20 റക്അത്താണെന്ന് ബഹുഭൂരിപക്ഷം ഇമാമിങ്ങളും പറയുന്നു. വേറൊരു അഭിപ്രായം അസ്വദ് ബിൻ മസീദ് എന്നവരുടെ അഭിപ്രായ പ്രകാരം അത് 40 റക്അത്താണ്. മാലികി മദ്ഹബ് പ്രകാരം അത് 36 റക്അത്താണ്. അതിൽ കുറഞ്ഞിട്ടുള്ള ഒരു ചർച്ച തന്നെ ലോകത്ത് പണ്ഡിതന്മാരുടെ ഇടയിൽ പഴയ കാലത്തില്ല. സലഫികൾ ജമാഅത്തുകാർ ഇതുപോലെയുള്ള പിഴച്ച വാദക്കാർ വരുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെയുള്ളൊരു വാദം തന്നെ ഇല്ല, ലോകത്ത് തിരഞ്ഞാൽ കാണൂല. പിന്നെ അവിടെ നടക്കുന്ന മറ്റൊരു ചർച്ചയാണ്, എന്നാൽ മദീനക്കാർ നിസ്കരിച്ചിരുന്ന 36 റക്അത്ത് മദീനക്കാരല്ലാത്തവർക്ക് പറ്റുമോ? ഇമാം അടുത്ത അതാണ് അടുത്ത ചർച്ച അതാണ്. അത് പറ്റൂല, മദീനക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. മദീനക്കാരല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യൽ ജായിസല്ല. ഫമാ ഗൈറു അഹ്ലിൽ മദീന ഫലാ യജൂസു അൻ യുമാറു അഹ്ല മക്ക വലാ യുനാഫിസുഹും. മദീനക്കാർ അല്ലാത്തവർക്ക് മക്കക്കാരോട് മത്സരിക്കാൻ പറ്റൂല. മക്ക തന്നെയാണ്. പക്ഷെ മദീനക്കാർക്ക് മക്കക്കാർ ചെയ്യുന്നതിനൊപ്പിച്ച് ഇവിടെ അതിനനുസരിച്ച് അമൽ കൂട്ടാൻ അവർക്ക് പറ്റും, മറ്റൊരാൾക്കും പറ്റൂല. മറ്റുള്ളവരെല്ലാം 20 തന്നെ നിസ്കരിച്ചോളണം. മാലികി മദ്ഹബ് പ്രകാരം അങ്ങനെ വരിക എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്.
ഈ വിഷയവുമായി വളരെ ഗഹനമായ ചർച്ച നടത്തിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി, ഷാരിഉൽ മുഹഖിഖ്, അശ്ശാരിഹ് എന്നെല്ലാം അറിയപ്പെടുന്ന ലോക മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരിൽ വെച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന ഷാരിഹുൽ മുഹഖിഖ്, മിൻഹാജിൻ്റെ ഷാരിഹ്യങ്ങളിൽ നിന്ന് വളരെ അധികം തഹ്ഖീഖുള്ള വിഷയം വളരെ സ്പഷ്ടമായി വിശദീകരിക്കുന്ന ഇമാം. അവർക്ക് ഇവിടെ ചർച്ചയുണ്ട്, വിശദമായൊരു ചർച്ചയുണ്ട്, അതും കൂടെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിലാണ് പ്രധാനപ്പെട്ട ചർച്ച. ബഹുമാനപ്പെട്ട ഇമാം ജാബിർ റളിയല്ലാഹു സഹാബിൽ ജലീൽ ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു 8 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ തറാവീഹ് നിസ്കരിച്ചു എന്ന ഹദീസില്ലേ? നബി തങ്ങൾ നിസ്കരിച്ചത് 8ഉം 3ഉം 11 എന്നല്ലേ? അങ്ങനല്ലേ ഹദീസിലുള്ളത് എന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് മറുപടി വിശദമായി നൽകുന്ന എന്താണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്ന് സ്വീകരിക്കുന്ന ഒരു ചർച്ച ഉണ്ട്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നാം നബി ഇമാമിൻ്റെ ശറഉൽ മുഅദ്ദബ് ഉദ്ധരിച്ച് പറഞ്ഞു, ലോകം അതുപോലെ മീസാൻ നാം ഉദ്ധരിച്ചു. അത് ലോകത്ത് മുൻഗാമികളായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾക്ക് പോലും തറാവീഹ് 20-ൽ കുറഞ്ഞ അഭിപ്രായമുള്ളവരില്ല. എല്ലാവരും 20-ൽ ഇത്തിഫാഖാണ്. അത് കൂടുതൽ എത്ര ഉണ്ട് എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഈ 8ഉം 3ഉം എന്ന് പറയുന്ന ഒരു ചർച്ച തന്നെ ലോകത്തില്ല. അല്ലെങ്കിൽ വിത്ത് ഖിയാമു റമളാൻ എന്ന പേരിൽ സ്പെഷ്യൽ നിസ്കാരം റമളാനിലില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം അടുത്ത കാലത്ത് ഈ നൂറ്റാണ്ടിലുണ്ടായ വാദമാണത്. ഇമാമിങ്ങൾക്ക് അതറിയില്ല, ഹദീസിൻ്റെ കിതാബുകളിൽ അതില്ല. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ആ 8 എന്താണ് വളരെ സ്പഷ്ടമായി ഇമാം മഹല്ലി ഉദ്ധരിക്കുന്നു. ഞാൻ ഈ വാർത്ത കൂടുതൽ വായിക്കുന്നില്ല, ആശയം പറയാണ്, നേർക്ക് വായിക്കും ചെയ്യും. വല്ലസഹു അന്നൽ ജമാഅത തുസന്നു ഫി തറാവീഹ്, മഹല്ലി 1-217. ഷാഫി മദ്ഹബിലെ പല അഭിപ്രായങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായ അഭിപ്രായം ജമാഅത്ത് തറാവീഹിൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. എന്താണ് തറാവീഹ്? വഹിയ, തറാവീഹ് എന്നാൽ 20 റക്അത്തൻ, 20 റക്അത്താണ്. ബിഅശ്രി തസ്ലീമാത്തിൻ, 10 സലാമുകളോട് കൂടെ. ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ഓരോരോ രാത്രിയിലും. ബൈന സ്വലാത്തിൽ ഇശായി വ തുലൂഇൽ ഫജ്രി, ഫജ്ർ ഉദിക്കുന്നതിൻ്റെയും ഇശാ നിസ്കാരം നിർവഹിച്ചതിൻ്റെയും ഇടയിൽ. ഇശാ നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിക്കാൻ പറ്റൂല. ഇശാ നിസ്കരിച്ചെങ്കിലേ തറാവീഹിന് സമയമാവുള്ളൂ. വല്ലസ്ലു ഫീഹാ, പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ചില സമയത്ത് പള്ളിയിലേക്ക് എത്തുമ്പം തറാവീഹിൻ്റെ ജമാഅത്ത് നടക്കുമ്പോഴായിരിക്കും ചില ആളുകൾ പള്ളിയിലേക്ക് ഒരു നിസ്കരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചാൽ പോലെ, ഇമാമോട് കൂടെ ജമാഅത്തായിട്ട് തറാവീഹിൽ കൂടി തറാവീഹ് കഴിഞ്ഞിട്ട് ഇശാ നിസ്കരിച്ചാൽ പോലെ ചോദിക്കലുണ്ട്. അതിനുള്ള മറുപടിയും കൂടി ഇവിടെ കിട്ടി പറ്റൂല. ആദ്യം ഓന് ഇശാ നിസ്കരിക്കണം. ഫർദ് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കരിക്കുന്നവനോടൊക്കെ മുന്നോട് ഫർദ് നിസ്കരിക്കുന്നത് തുടരാ. അപ്പോൾ ആ തറാവീഹിൽ തന്നെ ഇശാ നിസ്കരിക്കുന്ന നിയത്ത് വെച്ചിട്ട് ഇമാമോട് കൂടെ 2 കിട്ടിയത് നിസ്കരിച്ചോ, ബാക്കിയുള്ള സലാമിന് ശേഷം മസ്ബൂക്കായി നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഇശാ നിസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷമേ തറാവീഹ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അത് തെളിവ്. വല്ലസ്ലു ഫീഹാ, ഇങ്ങനെ ഒരു തറാവീഹ് നിസ്കാരമുണ്ട്, അത് പ്രത്യേകം റമളാൻ സുന്നത്തുള്ള നിസ്കാരമാണ് എന്നതിലുള്ള അസ്ൽ മാനദണ്ഡം മാറവ ശൈഖാനി അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ മിൻ ജൗഫിൽ ലൈലി ലയാലിയ മിൻ റമളാൻ വസല്ലാ ഫിൽ മസ്ജിദി وصلى الناس بصلاته فيها وتكاثروا فلم يخرج لهم في الرابعة وقال لهم صبيحتها خشيت أن تفرض عليكم صلاة الليل فتعجزوا عنها. ഇതാണ് ഹദീസ്. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ നിന്നുള്ള ചില രാത്രികളിൽ
നബി തങ്ങൾ രാത്രിയുടെ ഉള്ളിൽ നബി തങ്ങൾ പുറപ്പെട്ടു. പള്ളിയിൽ വെച്ച് നബി തങ്ങൾ നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം കൊണ്ട് ജനങ്ങളും നിസ്കരിച്ചു. അന്ന് നബി തങ്ങൾ നിസ്കരിച്ചു. പിന്നീട് ആളുകൾ കൂടി 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 വന്നപ്പോൾ 4ാമത്തെ രാത്രി നബി തങ്ങൾ പുറപ്പെട്ടില്ല. അന്ന് രാവിലെ നബി തങ്ങൾ പറഞ്ഞു, ഖശീതു അൻ തുഫ്റള അലൈക്കും സ്വലാത്തുൽ ലൈൽ, സ്വലാത്തുൽ ലൈൽ നിങ്ങളെ മേൽ ഫർളാക്കപ്പെടലിന് ഞാൻ ഭയപ്പെട്ടു. കാരണം ഫർളായാൽ ഫതഅജിസു അൻഹാ, നിങ്ങൾക്കത് നിസ്കരിക്കാൻ കഴിയാത്ത ഘട്ടം വന്നേക്കാം, അജിസ് വന്നേക്കാം, അതുകൊണ്ട് ഞാൻ പുറപ്പെടാതെന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നബി തങ്ങൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നല്ല. റമദാനിലെ അവസാനത്തെ റമദാനിലെ അവസാനത്തെ രാവുകളിലാണത്. അവസാനത്തെ രാവുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ആ വർഷം അവസാനത്തെ 2 രണ്ടാം പത്തും 3-ാം പത്തും മുഴുവനും ഇഅ്തികാഫായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക്. അപ്പം നബി തങ്ങൾ ഇഅ്തികാഫിന് വേണ്ടി പ്രത്യേകം പള്ളിയിൽ മറച്ചു വെച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു. നബി തങ്ങൾക്ക് പ്രത്യേകമായി തിരിച്ച സ്ഥലം. ആ സ്ഥലത്തിൽ നിന്ന് പബ്ലിക് സ്ഥലത്തേക്ക്, മറ്റുള്ളവരും കാണുന്ന സ്ഥലത്തേക്ക് നബി തങ്ങൾ വന്ന് നിസ്കരിച്ചു എന്നാണ്, വീട്ടിൽ നിന്ന് വന്നു എന്നല്ല. ഈ ഹദീസിലാണ് നബി തങ്ങൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ നിസ്കാരം റമദാനിൽ നിസ്കരിച്ചു എന്ന് പറയുന്നത്. ഇതാണ് അസ്ൽ. അത് ശൈഖാന്റെ ഹദീസാണ്. വറവാ ഇബ്ന ഖുസൈമത വഹിബ്ബാന, ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനയും റിവായത്ത് ചെയ്തു. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് വളരെ ശ്രദ്ധിക്കണം. ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന, റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. 8 റക്അത്തിൻ, 8 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ ഔതറ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിത്ർ നിസ്കരിക്കുകയും ചെയ്തു. ഫലമ്മാ കാനത്തിൽ കാബില, തൊട്ടടുത്ത ദിവസമായപ്പോൾ ഇജ്തമഅനാ ഫിൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി. വറജൗന, ഞങ്ങൾ പ്രതീക്ഷിച്ചു. അൻ യഖ്റുജ ഇലൈനാ, നബി തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു വരലിനെ. ഹത്താ അസ്ബഹ്ന, ആ പ്രതീക്ഷയിലായി ഞങ്ങൾ നേരം പുലരുന്നത് വരേക്കും, സുബഹിയാകുന്നത് വരേക്കും അങ്ങനെ തന്നെയായി. അൽ ഹദീസ, ഒരു ദീർഘമായ ഹദീസാണ്. ഹദീസ് അവസാനം വരെ ഒതുക്കോ. ഇതാണ് ഹദീസ്. ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാൻ റിവായത്ത് ചെയ്ത ഹദീസിൽ വ്യക്തമായി ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, 8 റക്അത്ത് നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നിസ്കരിച്ചു. സുമ്മ ഔതറ, പിന്നത്തെ ദിവസമായപ്പോൾ നബി തങ്ങൾ വരാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. നബി തങ്ങൾ വന്നില്ല. ഇത് ഇമാം മഹല്ലി വിശദീകരിക്കുകയാണ്. വകഅന്ന ജാബിറൻ ഇന്നമാ ഹദറ ഫിൽ ലൈലത്തി സാലിസ, ബഹുമാനപ്പെട്ട ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി വന്നത് 3ാമത്തെ രാത്രിയിലായതുപോലെയുണ്ട് ഈ പ്രയോഗം. കാരണം 4ാമത്തെ ദിവസത്തെ പറ്റിയാണ് കാബിലത്ത് എന്ന് പറയുന്നത്. പിറ്റേന്ന് തൊട്ടടുത്ത ദിവസം വന്നില്ല. ബുഖാരി ഇമാമിൻ്റെ ഹദീസിൽ വ്യക്തമാണ് 3 ദിവസം വന്നു, 4ാമത്തെ ദിവസമാണ് വരാത്തത് എന്ന്. അപ്പോൾ ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിറ്റേ ദിവസം വന്നില്ല, തൊട്ടടുത്ത ദിവസം വന്നില്ല എന്ന് പറഞ്ഞാൽ ജാബിർ റളിയല്ലാഹു അൻഹു അതിൻ്റെ തൊട്ടുമ്പത്തെ ദിവസമാണ്. അതായത് നബി തങ്ങൾ തറാവീഹ് നിസ്കാരം തുടങ്ങിയിട്ടുള്ള 3ാമത്തെ ദിവസമാണ് ജാബിർ റളിയല്ലാഹു അൻഹു വരുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാലും അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാത്തതുകൊണ്ടാണ് അന്നിട്ട് കണ്ട് തഹ്ഖീഖിന് വേണ്ടി മാനവർക്ക് അങ്ങനെ പറഞ്ഞ അങ്ങനെ ആയേക്കാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അന്ന തഹ്ഖീഖിനിക്കാക്കണം. അപ്പം എന്ത് വരും? ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 3ാമത്തെ ദിവസം വന്നു, 4ാമത്തെ ദിവസം കാത്തിരുന്നു, വന്നില്ല. അവിടെയാണ് ഇമാമിങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു 1ാമത്തെയും 2ാമത്തെയും ദിവസം തീരെ വരാത്തത് പോലെ 3ാമത്തെ ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു വരുമ്പോൾ നിസ്കാരത്തിൻ്റെ അധിക ഭാഗവും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവസാനത്തെ 8ലാണ് പങ്കെടുത്തത്.
ഐ വകഅന്നൽ ബാഖിയ മിൻഹാ വകഅന്നൽ ബാഖിയ മിൻഹാ സമാനു റകഅത്തിൻ. ജാബിർ വന്നപ്പം ബാക്കിയുള്ളത് 8 റക്അത്താണ്. അതിൻ്റെ മുമ്പ് കുറേ നിസ്കാരം കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ വ്യക്തമാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ ദിവസം നിസ്കരിച്ചത് എത്ര, രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചത് എത്ര? ഇമാം ബഹുമാനപ്പെട്ട സഹാബിൽ ജലീൽ ജാബിർ റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്തിട്ടില്ല. മൂന്നാമത്തെ ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഹദീസിലില്ല. അവർ വന്നപ്പോൾ അവർക്ക് കിട്ടിയത് 8 റക്അത്താണ്. അപ്പോൾ അവസാനത്തെട്ടിലാണ് തുടർന്നത് എന്നത് വ്യക്തമാണ്. ഇമാമി അത് സ്വീകരിക്കുന്നുണ്ട്. വമാ റുവിയ അന്നഹു സല്ലാ ബിഹിം 20 റക്അത്തൻ. എന്നാൽ ഒരു ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും 20 റക്അത്ത് കൊണ്ട് നിസ്കരിച്ചു എന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കമാ ഖാല റാഫിഇയ്യോ, ഇമാം റാഫിയാണ് പറഞ്ഞതുപോലെ അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. ളഅഫഹുൽ ബൈഹഖിയ്യോ, ഇമാം ബൈഹഖി അത് ദഈഫാക്കിയിട്ടുണ്ട്. നബി തങ്ങൾ നിസ്കരിച്ചത് എത്ര എന്ന് പറയുന്ന എണ്ണം അത് 20 ആണെന്ന് ഹദീസിലുണ്ടെങ്കിലും ആ ഹദീസ് ദഈഫാണ്, തെളിവിന് പറ്റൂല. നബി തങ്ങൾ നിസ്കരിച്ചത് 20 ആണെന്ന് ഖത്അ ചെയ്ത് പറയാൻ പറ്റൂല. وانقطع الناس عن فعلها جماعة في المسجد إلى زمن عمر بن الخطاب رضي الله عنه. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരേക്കും പള്ളിയിൽ വെച്ച് ഒറ്റ ജമാഅത്തായിട്ടുള്ള നിസ്കരിക്കലിനെ തൊട്ട് ജനങ്ങൾ മുൻകത്തിയായി. ജനങ്ങളുടെ അവിടെ മുറിഞ്ഞു. എല്ലാവരും കൂടി ഒറ്റ ജമാഅത്തായ നിസ്കാരം പിന്നീട് ഉണ്ടായിട്ടില്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കാലം വരേക്കും. ഫഫഅല ബഅ്ദുഹും ദാലിക, അങ്ങനെ അവരിൽ നിന്നുള്ള ചിലർ അതിനെ ചെയ്തു. അത് പള്ളിയിൽ വെച്ച് ചെയ്തവരുണ്ട്, വീട്ടിൽ വെച്ച് ചെയ്തവരുണ്ട്, പള്ളിയിൽ തന്നെ പല കോലത്തിൽ നിസ്കരിച്ച ജമാഅത്തായിട്ടും അല്ലാതെ നിസ്കരിച്ചവരുണ്ട്. ഫജമാഅഹും ഉമറു അലാ ഉബയ്യ് ഇബ്നു കഅബിൻ, അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേലിൽ ഫസല്ലാ ബിഹിം ഫിൽ മസ്ജിദി, അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെയും താബീങ്ങളെയും കൊണ്ട് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ഖബല യനാമു, അത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായും കൊണ്ട്. റവാഹുൽ ബുഖാരിയോ, ഈ ഹദീസിനെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ എത്രയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് എന്ന റക്അത്തിൻ്റെ എണ്ണമില്ല. ആ റക്അത്തിൻ്റെ എണ്ണമാണ് പറയാൻ പോകുന്നത്. വറവൽ ബൈഹഖിയോ വഗൈറുഹു, ഇമാം ബൈഹഖിയും ബൈഹഖി ഇമാം അല്ലാത്തവരും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബിൽ ഇസ്നാദി സ്വഹീഹി, സ്വഹീഹായ ഇസ്നാദ് കൊണ്ട്. അത് ഇസ്നാദ് സ്വഹീഹാണ് എന്ന് കമാ ഖാല, ഇമാം നബി പറഞ്ഞതുപോലെ ഫീ ശർഹിൽ മുഅദ്ദബി ശർഹിൽ മുഅദ്ദബിൽ എന്താ, അന്നഹും കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവർ ഖിയാമു റമളാൻ നടത്തുന്നവരായിരുന്നു. ഫീ റമളാൻ മാസത്തിൽ 20 റക്അത്തൻ, 20 റക്അത്ത് കൊണ്ട്. അത് 20 റക്അത്താണ് ആ നിസ്കരിച്ചിരുന്നത് എന്ന് സ്വഹീഹായ ഇസ്നാദോട് കൂടെ ഇമാം ബൈഹഖിയും എല്ലാത്ത റിവായത്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്നുള്ള റക്അത്തിൻ്റെ എണ്ണം വന്നിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസം മാത്രമാണ് നിസ്കരിച്ചത്. അത് തന്നെ നിസ്കാരത്തിൻ്റെ ഇടയിലാണ് വന്നത്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് അവസാന ഭാഗമാണ്. വറവാ മാലിക്കുൻ, ഇമാം മാലിക് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഫിൽ മുവത്തയിൽ ബിസലാസിൻ വഇശ്രീന, 23 ഇമാം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിരുന്നത് എന്നുണ്ട്. ഈ 23 എന്നും 20 തമ്മിൽ പരസ്പര വൈരുദ്ധ്യമല്ല. കണ്ടോ, വജമൽ ബൈഹഖി ബൈനഹുമാ, 23 എന്ന റിവായത്തിൻ്റെയും 20 എന്ന റിവായത്തിൻ്റെയും ഇടയിൽ ഇമാം ബൈഹഖി തന്നെ ജമ്മു ചെയ്തു. ബിഅന്നഹും കാനൂ യൂതിറൂന ബിസലാസ്, 23 നിന്നുള്ള 3 വിത്റായിരുന്നു എന്നുകൊണ്ട് ജമ്മു ചെയ്തു. വസുമ്മിയത്ത് കുല്ല 40 മിൻഹാ തർവീഹത്തൻ, അതിൽ നിന്നുള്ള ഓരോരോ 4 തർവീഹത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ തർവീഹത്തിൻ്റെ ജമ്മാണ് തറാവീഹ്. എന്താണ് തർവീഹത്ത് എന്ന് പറയാനുള്ള കാരണം? ലഅന്നഹും കാനൂ യതറവ്വഹൂന അഖിബഹാ,
4 റക്അത്ത് രണ്ടും രണ്ടുമായി 4 കഴിഞ്ഞാൽ കഴിഞ്ഞ ഉടനെ തന്നെ യസ്തരീഹൂന അവരൊന്ന് റെസ്റ്റ് എടുക്കുന്നവരായിരുന്നു അവര്. ഖാല ഫി റൗള ബഹുമാനപ്പെട്ട ഇമാം നവവി റൗളയിൽ പറഞ്ഞു, വലാ തസിഹു ബിനിയത്തിൻ മുത്ലഖത്തിൻ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിസ്കരിച്ചാൽ അതുകൊണ്ട് തറാവീഹ് നിസ്കാരം വരൂല, സഹിയാവൂല. ബൽ യൻവി റക്അത്തൈനി മിനത് തറാവീഹി തറാവീഹിൽ നിന്ന് 2 റക്അത്ത് എന്ന് കരുതണം. ഔ മിൻ ഖിയാമി റമളാൻ അല്ലെങ്കിൽ ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. തറാവീഹ് എന്ന് പറഞ്ഞാലും ഖിയാമു റമളാൻ എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പോൾ 20 റക്അത്തുള്ള തറാവീഹിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഖിയാമു റമളാനാകുന്ന നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നൊക്കെ നിയത്ത് ചെയ്യണം. അവിടെ ഇമാമിങ്ങൾക്ക് വേറൊരു ചർച്ച ഉണ്ട്, തൊഴിലെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ, ഇനിയിപ്പോൾ തറാവീഹിനെ 2 റക്അത്ത് നിസ്കരിക്കുന്നു നിയത്ത് വെച്ചാലോ അത് വെച്ചാലും സഹി ആകും എന്ന് തന്നെയാണ്. കാരണം ഓരോരോ എല്ലാ ഇരണ്ടിനെ പറ്റും തറാവീഹ് എന്ന് പറയാം. തൊഴിലെ രാജിയാണത്. അടുത്ത ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തറാവീഹ് 20 ഞാൻ തറാവീഹ് സ്കരിക്കുന്നതാണ് 20 സ്കരിക്കുന്നു എന്നർത്ഥമാവൂലേ, അതുകൊണ്ട് അങ്ങനെ സ്കരിക്കരുത്, തറാവീഹിൽ നിന്ന് 2 തന്നെ കരുതണം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവിടുത്തെ റാജിഹ് അതല്ല, തറാവീഹ് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാലും തറാവീഹ് സഹിയാകും. എന്തായാലും തറാവീഹ് എന്നോ ഖിയാമു റമളാൻ എന്നോ നിയത്ത് വെക്കണം. അതല്ലാതെ വിത്ർ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ അത് തറാവീഹ് ആവൂല, എന്തായാലും ആവൂല. മറ്റൊരു മസല, തറാവീഹ് നിസ്കാരം മറ്റു നിസ്കാരവുമായി വേർതിരിയുന്ന ഒന്ന് ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് വഖാല നബി ഇമാം പറയുന്നു, വലോ സ്വല്ലാ അർബഅൻ ബിതസ്ലീമത്തിൻ ആരെങ്കിലും 4 റക്അത്തിനെ നിസ്കരിച്ചു ബിതസ്ലീമത്തിൻ ഒറ്റ സലാം വീട്ടൽ കൊണ്ട് തറാവീഹിൽ നിന്ന് 4 റക്അത്ത് നിസ്കരിക്കുന്നു. ലം തസിഹ നിസ്കാരം സഹിയാകുന്നില്ല. നേരത്തെ വിത്ർ ഒരാൾക്ക് 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കാം, 11 റക്അത്ത് കൂട്ടമായിട്ട് നിസ്കരിക്കാം, വിത്ർ എങ്ങനെയും നിസ്കരിക്കാം. പക്ഷേ അതുപോലെ മറ്റുള്ള സുന്നത്തുകൾ ളുഹ ഒരാൾക്ക് 4 ഒന്നായിട്ട് നിസ്കരിക്കാം, ളുഹറിന്റെ മുമ്പത്തെ നിസ്കാരം 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കാം. പക്ഷേ തറാവീഹ് അത് പറ്റൂല, അത് ഈ രണ്ട് റക്അത്തായിട്ട് തന്നെ പറ്റുള്ളൂ. എന്താണ് കാരണം? അത് ഇമാം ഖാദി ഹുസൈൻ എന്നവർ പറഞ്ഞ വിഷയം മസലയാണത്. ലിഅന്നഹു ഖിലാഫുൽ മശ്റൂഇ ശറഅക്കപ്പെട്ടതിൻ്റെ എതിരാണത്. തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു, അതിൻ്റെ ശേഷം സ്വഹാബത്ത് നിസ്കരിച്ചു. ഇവർ ആരും ഒരു ദിവസം പോലും ഈ 2 റക്അത്ത് അല്ലാതെ 4 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതായിട്ട് അനുഭവമില്ല. 6 റക്അത്ത് തറാവീഹ് ഒറ്റയടിക്ക് നിസ്കരിച്ചതായിട്ടില്ല. ഈ രണ്ട് റക്അത്ത് നിസ്കരിച്ചത് അത് വന്നിട്ടുള്ളൂ. എങ്ങനെയാണോ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു ഇബാദത്ത് വന്നത് എങ്കിൽ ആ വന്ന മാതിരി തന്നെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൈ കടത്താൻ പാടില്ല. ഈ കൈ കടത്തലാണല്ലോ എല്ലാത്തിൻ്റെയും ഫിത്ന. നബിയും സഹാബത്തും ഖുതുബോദി. നബിയുടെ കാലത്ത് അറബ് ലോകത്ത് മാത്രമല്ല ഇസ്ലാം എത്തിയത്. അറബികളില്ലാത്ത അല്ലെങ്കിൽ ഭാഷകൾ ഖുതുബ കേൾക്കുന്ന അധിക പേരും അനറബികളായിരിക്കലോട് കൂടെ നമ്മുടെ കേരളത്തിലടക്കം മഹാന്മാരായ സ്വഹാബത്തുകൾ അയിമത്ത് വന്നിട്ട് ജനങ്ങൾ നാട്ടിലുള്ള എല്ലാവരെയും ഒരേ സമയത്ത് കിട്ടുന്ന വേദി. ആ വേദിയിൽ ഇന്നത്തെ മാതിരിയല്ല ഇസ്ലാം പ്രചരിപ്പിക്കാൻ മദ്രസകളില്ല, അതുപോലെയുള്ള സംഭവങ്ങളൊന്നുമില്ലാത്ത, മാധ്യമങ്ങളൊന്നുമില്ലാത്ത ജനങ്ങളോട് നേരിട്ട് പറയൽ മാത്രം മാർഗമായി വരുന്ന അക്കാലത്ത് പോലും ഒരൊറ്റ ദിവസം പോലും ഒരു സ്വഹാബി പോലും ഒരു താബി പോലും ഒരു ഇമാമ് പോലും അറബി ഭാഷ എല്ലാത്തിലും ഖുത്ബ ഓതിയിട്ടില്ല. അതുകൊണ്ട് ഖുത്ബ അറബി എന്നാവണമെന്ന് ഇമാമികൾ പറഞ്ഞു. അതാണ് കാരണം. മശ്റൂ അങ്ങനെയാണ്. എന്താ ജനങ്ങൾക്ക് തിരിയില്ല അറബി അല്ലാത്തത് തിരിയും. നീ പ്രസംഗിച്ചോ, എത്ര ജുമുഅന്റെ മുമ്പ് വേണമെങ്കിൽ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ, നേരം സുബൈ മുതൽ ബാങ്ക് കൊടുക്കുന്ന വരെ പ്രസംഗിച്ചോ. നിസ്കാരം കഴിഞ്ഞിട്ട് അവസാനം വരെയൊക്കെ ഒരാഴ്ച ഒന്നായിട്ട് പ്രസംഗിച്ചോ, കുഴപ്പമില്ല, എൻ്റെ ഭാഷ പ്രസംഗിച്ചോ. പക്ഷെ ഖുതുബയുടെ നിസ്കാരത്തിൻ്റെ മുമ്പ് നടത്തുന്ന ആ ഖുതുബ അത് എങ്ങനെയാണോ വാരിദായത് അത് അങ്ങനെ തന്നെയാവണം. അത് വെറും ഒരു പ്രസംഗം മാത്രമല്ല, അതൊരു ചടങ്ങാണത്.
ആ ചടങ്ങുകൾ വാരിതായതുപോലെ വരണം. നിസ്കാരത്തിലല്ലേ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്? അവിടെ എന്തിനാ ഫാത്തിഹ അറബി തന്നെ ഓതുന്ന? എത്രയോ ആളുകൾ ഫാത്തിഹ ആ ദിവസം എത്ര പ്രാവശ്യം കേൾക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ഓതുന്നുണ്ട്, ആർക്കും വല്ല അർത്ഥം കിട്ടിയിട്ടുണ്ടോ? ഫാത്തിഹയുടെ അർത്ഥം ശരിക്കും തരുന്ന ആളുകളുണ്ടോ? എന്നാൽ അതെന്താ പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടാണ് ചെയ്യിച്ചൂടെ? നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം കിട്ടൂലേ? പ്രസക്തി ഇല്ല. വാരിദായ മാതിരി തന്നെ വേണം. കണ്ട ഇമാമിങ്ങൾ പറയുന്നു ലിഅന്നോ ഖിലാഫുൽ മശ്റൂ. ഇതാണ് ഇമാം മഹല്ലി ഇവിടെ ചർച്ച ചെയ്ത ചർച്ച ഉള്ളത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് തറാവീഹിൻ്റെ റക്അത്ത് 20 തന്നെയാവണം. ജാബിർ റളിയല്ലാഹു അൻഹു അവസാനത്തെ ദിവസം അവർ വന്ന് നിസ്കരിച്ചതിൻ്റെ എണ്ണമാണ് അവരാ പറഞ്ഞത്. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 മാത്രമേ അന്ന് നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ടില്ല. ഒരു എണ്ണം അവർ പറഞ്ഞാൽ 8 നിസ്കരിച്ചു എന്നതിനർത്ഥമുള്ളൂ, 8-ലേറെ നിസ്കരിച്ചിട്ടില്ല എന്നതിനർത്ഥമില്ല. വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കണം.